നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനെ വിളിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിൽ ഭാമ പോയിട്ടുണ്ട്. ഒരനിഷ്ടവും ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരണേ ഭഗവാനെ. അവളിവിടെ നിറങ്ങിയ നിമിഷം മുതൽ ചങ്കിനകത്ത് തീയ. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ദേവി, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. ദേവി, അവിടുത്തെ കൃപ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകളും ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചവരിൽ നിന്നുള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകളും കേട്ട് ഞാനും എന്റെ മോളും അത്ഭുതപ്പെട്ടിരിക്കുക. ദേവി, ഇതെങ്ങനെ അവിടുന്ന് സത്യമേ മാറ്റിയെടുത്തത്? എന്ത് മായാജാലോ അവിടുന്ന് കാണിച്ചത്? ആദ്യം ഒരല്പം എതിർപ്പ് കാണിച്ചെങ്കിലും പിന്നീട് ശാലിനി എന്താണോ ആവശ്യപ്പെട്ടത് അത് അതുപോലെ അനുസരിച്ചിട്ടാണ് സത്യം ഇവിടുന്ന് പോയത്. ഇത് അവിടുത്തെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? കുറെ നാള് സങ്കടക്കടലിലായിരുന്നെങ്കിലും സത്യാമ്മയുടെ ഈ വരവോടെ ഒരു പുതിയ ജീവിതം അവൾക്ക് കിട്ടുമെന്നുള്ള ഒരു ആശ കൊടുത്തിരിക്കുക അവിടുന്ന്. ഇപ്പോ അത് ഒരാൾക്കും ഒരെതിർപ്പുമില്ലാതെ ഭംഗിയായിട്ട് അവിടുന്ന് നടത്തി തരണം. ശാലിനി വിഷ്ണുവിനുള്ളതാ, വിഷ്ണു ശാലിനിക്കും. അപ്പൊ പിന്നെ അവരൊന്നിച്ച് താമസിക്കേണ്ടത് അവരെ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. എതിര് നിന്ന് സത്യാമ്മയ്ക്ക് കൂടി സമ്മതമായ സ്ഥിതിക്ക് നാളത്തെ ചടങ്ങിന് എന്റെ മോൾ ശാലിനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവണം. മൂത്ത മരുമകൾ എന്ന സ്ഥാനം. ദേവി, എല്ലാം ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. കാത്തോളനെ, കാത്ത് രക്ഷിച്ചോളണം എന്റെ കുഞ്ഞിനെ. അതെങ്ങനെ അറിയാം? ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അച്ഛനിപ്പോ വിളിച്ചത്. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാന്ന് പറഞ്ഞു. അതെ, പക്ഷെ പോയില്ല. അതെന്താ വേണ്ടാന്ന് വെച്ചോ? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പപ്പി. ആ പപ്പിയുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഞാനും അമ്മയും പോകുന്നുണ്ട്. അച്ഛനോടമ്മ പറഞ്ഞില്ലായിരുന്നോ? ഓ, മറന്നുപോയി കാണും. വലിയ തിരക്കല്ലേ? ആ, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. അപ്പൊ തിരക്കുണ്ടാവൂന്ന് പറഞ്ഞേക്കരുത്. ഇല്ല, അവിടെ ഞാൻ സത്യമോളുടെ അടുത്തോട്ടല്ലേ വരുന്നേ. അപ്പൊ എന്റെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടായിരിക്കും വരിക. ഞാൻ പോരുന്നത് വരെ സത്യമോളുടെ അടുത്തുണ്ടാവും. ആ, അച്ഛൻ വന്നിട്ട് വേണം കൊറേ സ്ഥലത്തൊക്കെ പോവാൻ. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാ എഴുതി വെച്ചിരിക്കുന്നേ? അപ്പൊ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ. പിന്നെ ഇല്ലേ, എത്ര ആൾക്കാരാ അച്ഛനെ കാണിച്ചു കൊടുക്കേണ്ടെന്ന് അറിയാവോ? കുറച്ചൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ തന്നെയാ. എല്ലാരെയും കാണാം. പിന്നെന്തൊക്കെയാ സത്യമോൾക്ക് വേണ്ടത്? ഞാൻ വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരണ്ടേ? ഒന്നും കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല, അച്ഛനൊന്ന് വേഗം വന്നാ മതി. ആ, പിന്നെ എനിക്കൊരാഗ്രഹം. അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഇതുപോലെ ആഘോഷിക്കണം. എന്നാ അച്ഛാ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി? എന്താ ഇപ്പൊ പറയാ? ആ, പറ അച്ഛാ, എന്നാ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി? ഒന്ന് ഹോൾഡ് ചെയ്യണേ. പുറത്താരോ വന്നു, ഞാനൊന്ന് നോക്കട്ടെ.
വേഗം വരണേ. ഇതിപ്പോ ആരോട് ചോദിച്ചാ ഒന്ന് അറിയാൻ പറ്റുന്നത്? ശാലിനിയെ ശ്യാമയുടെ രോഹിത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാമ ക്ഷണിക്കാൻ പോയിരിക്കുന്നത് 100 മനസ്സോടെയാണെങ്കിലും ഏതു നിമിഷവും ഭാമ തിരിയാം. സ്നേഹിക്കാനുള്ള മനസ്സൊക്കെ ഭാമിക്കുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അത് അവളുടെ മനസ്സിൽ അവൾ അറിയാതെ തന്നെ കടന്നുകൂടിയ താനെന്ന ഭാവം തന്നെയാണ് അതിന് പ്രധാന കാരണവും. അതിന് ഒരു കണക്കിന് ഞാനും ഉത്തരവാദിയാ. ചില വിട്ടുവീഴ്ചകൾ എല്ലാം ഞാനായിട്ട് പലപ്പോഴായിട്ടും അംഗീകരിച്ചു കൊടുത്തപ്പോ അതവൾ ആസ്വദിച്ചു. ക്രമേണ ഈ വീടിന്റെ ഉത്തരവാദിത്തം അവളിൽ മാത്രമായി. എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കൂടി നഷ്ടപ്പെട്ടപ്പോ പൂർണ്ണമായും ഈ വീടിന്റെ ഭരണം ഭാമ ഏറ്റെടുത്തു. പിന്നീട് അവൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഞാൻ മാറിയതും ഞാൻ മുറിക്കുള്ളിൽ ഒതുങ്ങിയതും എല്ലാം വിധി. എന്റെ കൈപ്പിടിയിൽ നിന്ന് കുടുംബത്തിന്റെ പിടിവിട്ടപ്പോ തകർന്നത് വിഷ്ണുവിന്റെ ജീവിതമാ. പൊട്ടിപ്പോയ പട്ടം പോലെ എന്റെ കുഞ്ഞലഞ്ഞ് തിരിയുക. ഭാമ മാറണം, എന്നേക്കുമായിട്ട് മാറണം. എന്നാലേ ഈ വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ശാലയെ വിളിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിൽ ഭാമ പോയിട്ടുണ്ട്. ഒരനിഷ്ടവും ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരണേ ഭഗവാനെ. അവളിവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ചങ്കിനകത്ത് തീയ. ചെറിയൊരു വാക്ക് മതി ഭാമയുടെ തീരുമാനം മാറാൻ. ഭഗവാനെ, നീ തന്നെയാണ് ഒരാശ്രയം. അച്ഛച്ചാ, വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എന്നാ അച്ഛച്ചാ? അതിപ്പോ എന്നാ? പറയച്ചാ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ ചോദിക്കുന്നേ? മോളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അച്ഛനൊന്ന് ആലോചിക്കണ്ടേ? ഇത്ര മാത്രം ആലോചിക്കാൻ എന്താ? മോളുടെ പ്രായത്തിലുള്ള ആളല്ലല്ലോ അച്ഛൻ. അതിന്റെ സ്വല്പം മറവിയും പ്രായത്തിന്റെ വേഗക്കുറവും ഒക്കെ ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ വേഗം ആലോചിക്കേ. കിട്ടിയോ? ആ, കിട്ടി വരുന്നു. അച്ഛച്ചാ, കളിക്കല്ലേ, ഇവിടെ ഞാൻ മുള്ളേ നിക്കുവാ. അപ്പോഴാ അച്ഛച്ചന്റെ ഒരു കോമഡി. തൂളിലാണല്ലോ. എന്തേ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നല്ല പിച്ച് വെച്ച് തരുവേ. പറയാടോ. അല്ല, എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട്? അച്ഛന്റെയും അമ്മയുടെയും പിന്നെ അച്ഛച്ചന്റെയും സത്യാമ്മയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടല്ലോ. പിന്നെ വിഷ്ണു അച്ഛനും ഈ കാര്യത്തിൽ ഒരു ഹോപ്പ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.